അങ്ങനെ രാവിലത്തെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ദാ വാട്ടർഫോളൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന അതിൻ്റെ ആ ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നൂലപ്പമുണ്ട്, ദോശയുണ്ട്, പിന്നെ പൊറോട്ടയുണ്ട്, പിന്നെ കടലക്കറി, അങ്ങനെ എല്ലാം കൂട്ടി നല്ല പോലെ അങ്ങ് ശാപ്പിട്ടിട്ട് നമ്മൾ നേരെ റെഡി ആവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് നമ്മൾ സഹറ മോളെ എടുത്തിട്ട് ചുറ്റും ഒന്ന് ചുറ്റി വരികയാണ്. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റീൽസൊക്കെ എടുത്ത് അങ്ങനെ പിള്ളേരെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ലൈബക്കുട്ടി ട്രോളിയൊക്കെ തള്ളി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ മൂന്നാറിലേക്ക് വിടുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര സമയം ഉണ്ടായിരുന്ന മൂന്നാറായിരുന്നില്ല, കുറച്ച് ഇങ്ങോട്ടായിരുന്നു കേട്ടോ. ഇനി 1 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിലിരുന്ന് ചെറിയൊരു തണുപ്പോടെ കൂടി ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു സ്പോട്ട് കണ്ട് അങ്ങനെ അവിടെ നിന്നിട്ട് നമ്മൾ നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് കുറച്ച് ഷോക്കെ കാണിച്ചിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ നമ്മൾ പോകുന്ന അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് പിന്നെ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി കേട്ടോ. അവിടെയാണെങ്കിൽ നല്ല തിരക്ക്. പിന്നെ ഈ കുതിരപ്പുറത്ത് കയറിപ്പോകുന്ന പെൺകുട്ടിയും കണ്ട് കുതിരയെ കണ്ട് അവൾ കുട്ടിക്ക് ഭയങ്കര പേടിയാണ്, അവൾ കരച്ചിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചില്ലെങ്കിൽ നേരെ കുതിരയ്ക്ക് കൊണ്ടുപോയി വിടുന്നു. അപ്പോൾ അവൾക്ക് പേടിയായി. പിന്നെ നമ്മൾ നേരെ ഈ ഒരു ഗെയിംസ് ഉണ്ടായിരുന്നു ബലൂൺ വെച്ചിട്ട്, അത് കണ്ടപ്പോൾ മിക്കും കളിക്കണം. അങ്ങനെ അവനെ കൊണ്ട് കളിപ്പിച്ച് പിന്നെ അവൻ തോറ്റിരുതാ നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി, എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മാഗി എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. സാധാ മാഗിയാണ്, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ എന്തൊക്കെയോ വാങ്ങി കഴിച്ച് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വിടുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.